ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് അത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഫരിസേയർ അഴിച്ചുവിട്ട വിമർശനങ്ങളെ ഈശോ കൂടുതലായിട്ട് അവരെ പഠിപ്പിക്കുകയാണ് ഈശോ ചെയ്യുന്നത്. ഈശോ പറയുന്നുണ്ട്, പഴയ തോൽക്കുടങ്ങളിൽ പുതിയ വീഞ്ഞ് നിറച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ ആ തോൽക്കുടം ഭേദിച്ച് വീഞ്ഞൊഴുകി വരും. അതേപോലെ പഴയ വസ്ത്രത്തിൽ പുതിയ കഷണം തുന്നിച്ചേർത്ത് വയ്ക്കാനും പറ്റില്ല, അത് പൊട്ടിക്കീറിപ്പോവുക തന്നെ ചെയ്യും. എന്താണ് ഈശോ പറയുന്നത്? എന്താണ്? പഠിച്ചു വച്ചിരിക്കുന്ന കൽപ്പിതമായ ചില കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് യേശുവാകുന്ന സത്യത്തിൻ്റെ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷമാപൂർവം സ്വീകരിച്ച് ഒരു മാനസാന്തരത്തിലേക്ക് വരാൻ തക്കവണ്ണം നിർമ്മിതമായവയ്ക്ക് മാറ്റം സംഭവിപ്പിച്ച് പുതിയൊരു രൂപകൽപ്പന, മനസ്സിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഈശോ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ ജീവിതം ഇപ്രകാരം തന്നെയാണ്. ഒരു ഭയത്തിൻ്റെ മേഖലയിലൂടെ ആരെയോ ഭയപ്പെട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, മറിച്ച് ദൈവഭയത്തോടും ദൈവസ്നേഹത്തോടും കൂടെ ജീവിച്ചുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രയിൽ ഇനിയും മാറ്റം കുറിക്കേണ്ട മേഖലകളെ മാറ്റം കുറിച്ച് വചനത്തിന് ആഴം കൽപ്പിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാരൂപി നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഈ ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ആമേൻ.